നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മനസ്സിലാ ഒരുപാട് പ്രശ്നങ്ങളും വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് നാളുകൾക്ക് ശേഷം മനസ്സ് നിറഞ്ഞ ആഹാരം കഴിച്ചു. വർമ്മ സാറേ, അകത്തേക്ക് വരൂ. ദീപക് സർ, വർമ്മ സാറിന് ഋതിക മാഡത്തോടും രാജുവിനോടുള്ള പ്രശ്നമൊക്കെ ഈ കൂടിക്കാഴ്ചയോടെ അവസാനിക്കുമല്ലേ? താനൊരു കാര്യം ചെയ്യും, അകത്തേക്ക് കയറിച്ചല്ലേ. അവരുടെ പ്രശ്നങ്ങളൊന്നും തീർന്നില്ലാന്ന് തനിക്ക് തോന്നിയാ താൻ ഇടപെട്ട് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കൊടുക്കുക. മനുഷ്യരുടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. അപ്പോഴോ ഒരു വർമ്മ സാറ് ആദ്യമായിട്ടാണല്ലോ ഞങ്ങളുടെ വീട്ടിൽ കയറുന്നതല്ലേ. ഇവിടെ സൗകര്യങ്ങളൊക്കെ ഇത്തിരി കുറവാ. ക്ഷമിക്കണം സാറേ. രാജു, നീ എന്താ മിണ്ടാതിരിക്കണേ? വർമ്മ സാറിനോട് എന്തെങ്കിലും സംസാരിക്കണവന്? വർമ്മ സാറേ, കൂടെയുള്ളവരെങ്ങടെ അകത്തേക്ക് വിളിച്ചാലേ ഞങ്ങൾക്ക് ഊണ് വിളമ്പായിരുന്നു. ക്ഷമിക്കണം, ഞാൻ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ ഇമേജ് കൂടുതൽ സ്പോയിലാവുമായിരുന്നു. നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വരുമെന്ന് നാട് മുഴുവൻ അത്രയ്ക്ക് പബ്ലിസിറ്റി ആണല്ലോ ഇവൻ കൊടുത്തത്. അതുകൊണ്ട് മാത്രമാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. എന്നോട് ഇവർ രണ്ടുപേരും ചെയ്ത ചതിക്ക് പക വീട്ടാനൊന്നും ഞാൻ നിന്നില്ലല്ലോ. ഞാനൊരു മനുഷ്യനാ, ഈഗോയും വാശിയും ഒക്കെ ഉള്ള ഒരു സാധാരണ മനുഷ്യൻ. വർമ്മ സാറിന്റെ മനസ്സിന്റെ വിഷമമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾക്കൊക്കെ വർമ്മ സാറ് തന്നിട്ടുള്ള സ്ഥാനവും ആദരവും ഞങ്ങൾ മറന്നിട്ടൊന്നുമില്ല. ഋതിക മാഡവും രാജുവും വർമ്മ സാറിനോട് ചെയ്ത് വലിയ തെറ്റാ. ഋതിക മാഡത്തിനെ രാജു ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നപ്പോ രണ്ടാളെയും പറഞ്ഞ് മനസ്സിലാക്കി മാഡത്തെ വർമ്മ സാറിന്റെ അടുത്തേക്ക് തിരിച്ചുകൊണ്ടൊന്ന് ഏൽപ്പിക്കണമെന്ന് എനിക്കും രാധയ്ക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഭയമായിരുന്നു. ഒന്നും മറക്കാനും പൊറുക്കാനും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. രാജുവായുള്ള ആത്മബന്ധത്തിൽ വർമ്മ സാറിന് ലഭിച്ച സഹോദരിയാണെന്ന് ഞാനെന്നൊരിക്കൽ ആ നാവിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അത് കേട്ട് ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്. ആ സ്ഥാനം ഇപ്പോഴും വർമ്മ സാറിന്റെ മനസ്സിലുണ്ടെങ്കിൽ ഈ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഒരിറ്റ ആഹാരം കഴിച്ചിട്ടേ ഇവിടുന്ന് മടങ്ങാവൂ. അത് പുറത്തു നിൽക്കുന്നവരെ ബോധിപ്പിക്കാനല്ല, ഈ പാവങ്ങളുടെ അപേക്ഷയാണ്. ദാ മോളെ,
മനസ്സില് ഒരുപാട് പ്രശ്നങ്ങളും വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് നാളുകൾക്ക് ശേഷം മനസ്സ് നിറഞ്ഞ ആഹാരം കഴിച്ചു. പണ്ടങ്ങോ ഏറെ പ്രിയത്തോടെ രുചിച്ചിരുന്ന ചില സ്വാദുകൾ തിരിച്ചു കിട്ടിയതുപോലെ. ഭംഗിവാക്കല്ല, സത്യമാ. ഇതിരിക്കട്ടെ, എന്റെ ഒരു സന്തോഷത്തിന്. അയ്യോ വർമ്മ സാറെ, ഞാനല്ല ഇതൊന്നും ഉണ്ടാക്കിയത്, ഋതിക മോളാ. മോളെ, വർമ്മ സാറിന്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിച്ചോ. മാഡം, വാങ്ങിച്ചോ മോളെ. വാങ്ങിക്കും മാഡം. ശരി, എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. സർ, മകളുമായുള്ള സാറിന്റെ പിണക്കം സാറിനോട് വിരോധമുള്ളവർ പറഞ്ഞു പരത്തിയതാണെന്നും സർ മകളെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ടെന്നും ബ്ലോഗർ അരുൺ നാരായണൻ പറഞ്ഞത് സത്യമായിരുന്നോ സർ? ഇത് എത്രാമത്തെ തവണയാണ് സർ സാറിന്റെ മകളെ കാണാൻ ഇവിടെ എത്തുന്നത്? മകളെയും മരുമകനെയും ഇന്ന് തന്നെ വർമ്മ സാറിന്റെ വീട്ടിലേക്ക് തിരിച്ചു കൂട്ടിക്കൊണ്ട് പോകുമോ? ഇലക്ഷൻ മുന്നിൽ കണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് മകളുമായി പ്രശ്നമൊന്നുമില്ല എന്ന് വരുത്തി തീർക്കാൻ വർമ്മ സാർ നടത്തുന്ന നാടകമാണിതെന്നൊരു വാദമുണ്ട്. അതിനെക്കുറിച്ച് സർ എന്ത് പറയുന്നു? നിങ്ങൾ എല്ലാവരോടും, പിന്നെ ഈ അപവാദങ്ങൾ പറഞ്ഞു നടക്കുന്നവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ. ഇത് എന്റെ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. എന്റെ വ്യക്തി ജീവിതം രാഷ്ട്രീയ ജീവിതവുമായി ഏറെ ബന്ധപ്പെടുന്ന ഒന്ന് തന്നെയാണ്. പക്ഷെ എന്റെ കുടുംബകാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു വയ്ക്കാൻ എനിക്ക് താല്പര്യമില്ല. ചില കാര്യങ്ങൾ പേഴ്സണലായിട്ട് തന്നെ ആവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. സോ പ്ലീസ് ഒന്ന് മാറി. സാർ പറഞ്ഞില്ലേ, മാറ്, എല്ലാവരും മാറ്. സർ, വേറെ എന്തെങ്കിലും പ്ലീസ് മാറങ്ങോട്ട്. പറയാനുണ്ടോ, സർ? പോവാം. അച്ഛൻ വന്നതിന്റെ സന്തോഷം ഞങ്ങളോടൊന്ന് പങ്കുവെക്കാമോ? ഇനി എന്നാണ് വർമ്മ സാർ ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞായിരുന്നോ? അച്ഛൻ പറഞ്ഞ അതേ അഭിപ്രായമാണ് ഇക്കാര്യത്തിൽ എനിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.